നോക്കിയ ഇട നീ എന്താടാ നോക്കുന്നേ? എന്റെ അമ്മേ, ഇവക്ക് എന്താടാ ഇത്ര ഭംഗി? ഇട കണ്ടത് നോക്കി നിൽക്കാതെ നമ്മൾ എന്തിനാണോ അത് അന്വേഷിക്കടാ. ഇവള് പലിശക്ക് കൊടുക്കാണോ അതോ വാടകയ്ക്ക് കൊടുക്കാണോടാ? അവളെ ഇടുപ്പ് നല്ല രസമുണ്ടാ. ഞാൻ ചാടാൻ പോടാ. ചിലര് പൈസ ബീറോയിൽ വെക്കാതെ മെത്തയ്ക്ക് അടിയിലായിരിക്കൂടാ വെക്കുന്നേ. അതുകൊണ്ടാ ഞാൻ പോയി ഇപ്പൊ എടുത്തിട്ട് വരാം. ഉണ്ട്. എടുക്കെടുക്ക്. ഇവക്ക് കുറച്ച് ഭംഗി കൂടുതലാ. എനിക്ക് അയ്യോ ഏതാടാ ഈ കിളവി? ഈ കിളവി ചിരിക്കുന്ന ശബ്ദമാണോ കേട്ടത്? കിളവി പാട്ട് പാടുന്നരാ. 1000 കണ്ണുമായി കാത്തിരുന്നു വാടാ എന്റെ അടുത്തേക്ക് മോനെ. കിളവിയുടെ റൊമാൻസ് കണ്ടോ? നിന്നെ കല്യാണം കഴിച്ച് നിന്റെ കൂടെ ജീവിച്ചപ്പോ എനിക്ക് ലോക വിവരം ഇല്ലായിരുന്നു. നിന്റെ ചിരിക്കോ നിന്റെ മനസ്സിനോ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. ഒരേ ഒരു പ്രാവശ്യം എന്താന്ന് പറ. എന്നെ ശാന്തമോളെ വിളിക്കോ? ശാന്ത ബേബി. അയ്യോ എത്ര സ്നേഹത്തോടെയാ വിളിക്കുന്നേ. എന്റെ പൊന്നെ, ഈ സ്വർണം മുഴുവനും നിങ്ങൾക്കാ. സ്വർണ്ണവള എന്തിനാ അങ്ങനെ ചെയ്തത്? എങ്ങനെ ചെയ്തേ? അയ്യോ അടിക്കലേ. അയ്യോ തരല്ലേ. അയ്യോ അയ്യോ അയ്യോ. എന്തിനാണ് കിളി മേടിച്ചത്? സാരല്ല, അടിച്ചോട്ടറാ. വള എന്തോടെ പ്രശ്നം? വള കിട്ടിയളിയാ. എല്ലാവർക്കും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം. പക്ഷെ ഈ കിളവിക്ക് വള ഊരി കൊടുക്കുന്ന അസുഖം ഉള്ളത്. എങ്ങോട്ടാ പോന്നെ? അതെ, ഞാൻ പോവാം. ഇന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോ നീ വേറെ വെച്ചോണ്ടിരിക്കാനല്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ വിഷം തന്ന് കൊന്നത്. ഇനി നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നീ എനിക്ക് ദ്രോഹം ചെയ്തു. അതുകൊണ്ടാ ഞാൻ നിന്നെ കൊന്നത്. ആ കിളവി അവളെ ഭർത്താവിനെ കൊന്നേടാ. കുറച്ച് വിട്ടിരുന്നെങ്കിൽ എന്നെ കൂടെ കൊന്നേനെ. ഇവളുണ്ടല്ലോ, ഇവൾ ആരെയാ നോക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതാ കട്ടൻ ചായ. അല്ല, നിങ്ങളുടെ കൈക്ക് എന്താ പറ്റിയത്? ചാരായം കൊണ്ടുവരട്ടെ? ചാരായോ? പിന്നെന്തിനാ ചായ തന്ന സമയം കളയുന്നേ? നിങ്ങൾ പോയി എടുത്തിട്ട് വാ. താടാ ഇങ്ങിതാ. കൊണ്ടുവാ. ഇപ്പൊ തന്നെ ചായം. നിനക്കെന്താ പ്രശ്നം? കൈ എനിക്ക് ഒത്തിരി പേരിക്കുന്നു. പ്ലീസ് എവിടുന്ന് ഇടലും കുടിക്കില്ല. ചെല്ല് വാടാ. എന്തൊരു വൃത്തിയുടെ സ്വഭാവമാണ് ഇത്. എന്ത് തന്നെ ആയാലും 4 പെഗ് അടിച്ചതിന് ശേഷം നിന്റെ കാശ് എടുത്തിട്ട് നമ്മള് വീട്ടിൽ പോകും. എടാ വരുന്നുണ്ട്. താ ചാരായ താ. എന്താണ് ചരക്കാതെ ഇങ്ങനെ മുളക് കൂടി എടുത്തിരുന്നേ? നിനക്കും തയ്ച്ചു തരണോ? ബഹുമാനല്ലെങ്കിൽ മാഡത്തിന് ഇഷ്ടാവില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടില്ല? ഞങ്ങൾ അല്ലെങ്കിൽ പൈസയുടെ പ്രശ്നത്തില. അപ്പഴാ നീ. ഓ, നിങ്ങൾ പണത്തിന് വേണ്ടി വന്നതാ? അതെ. എത്രയാ വേണ്ടേ? 10 ലക്ഷം ഉണ്ടോ? ഒന്ന് നിക്ക്. എന്നിട്ടാ ചാക്കുന്ന എടുത്തോണ്ട് വരുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലടാ അവിടെ ഉള്ളതെന്ന്.
ഇതാ പലിശ കൃത്യമായി അടയ്ക്കണം, ഇല്ലെങ്കിൽ മാഡത്തിന് ദേഷ്യം വരും. ഇവക്ക് വട്ടാ കാക്കാൻ വന്ന ആരെങ്കിലും പലിശ തരുമോ? കടം വാങ്ങാൻ വേണ്ടി വന്നതല്ലേ, മോഷ്ടിക്കാൻ വന്നതാ? മാഡം, നമ്മുടെ വീട്ടിൽ കള്ളന്മാർ വന്നിരിക്കുന്നു. ബഹളം വെക്കുന്നേ, എല്ലാവരെയും കൊന്നേക്കേ. എടാ തെമ്മാടി കൂട്ടങ്ങളെ, ഈ നാട്ടിൽ ഒരെണ്ണം ഇല്ല എന്റെ വീടിന്റെ വാതുക്ക വരാൻ. പേടിക്കും. അങ്ങനെയുള്ള ഇവിടെ എന്റെ വീട്ടിൽ വന്ന് എന്റെ ബെഡ്റൂമിൽ വന്ന് എന്റെ പൈസ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നോ? നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും. ഞാൻ എങ്ങനെയാ പലിശ ഈടാക്കുന്നെന്ന് അറിയോ? ഒരു പ്രശ്നം വന്നാ ഇടിച്ച് 3 സ്ത്രീകളെ ഉള്ളൂ, ഇതുങ്ങളെ കണ്ടാണോ പേടിക്കുന്നേ? ഒരു ചവിട്ട് വെച്ച് കൊടുത്താലേ ആദ്യം കിളവിക്കൊന്ന് കൊടുക്കട്ടെ. എടാ ഒന്ന് സൂക്ഷിച്ചോണേ. എടി കിളവി, ജീവനിൽ ഭയം ഉണ്ടെങ്കിലേ ഇവിടുന്ന് ഓടിക്കോ. കിളവിയെ പോകാൻ നിങ്ങൾ നീയാടാ വന്നേ. ഒരു കിളവിയെ പോലും അടിക്കാൻ പറ്റില്ലടാ നിന്നെ കൊണ്ട്. കിളവിക്ക് പവർ ജാസ്തി. ലൊക്കേഷൻ ചേഞ്ച്. നീ എന്റെ കയ്യിൽ മുളക് പൊടിയിട്ടല്ലേ? എന്താ താഴോട്ട് മേലോട്ട് നോക്കുന്നേ? ഒരൊറ്റ കുത്തുവെച്ച് തന്നാ നീ വിവരം അറിയാം. എന്താടാ പറ്റി? ജോലിക്കാരി കുമ്പ് പിടിച്ചാടാ. നിന്റെ കല്യാണത്തിന് ഞാൻ ജീവനോടുണ്ടാവും തോന്നില്ല. ഒന്നും മിണ്ടായിരുന്നേ. വെച്ചാ എടാ ഇങ്ങോട്ടൊക്കെ വേണ്ട വേണ്ട വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ അടിക്കുമ്പോ നോക്കിയിരിക്കുന്നോ? എടാ ഞാൻ സ്ത്രീകൾ അടിക്കാറില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? നീയല്ലേ ചെന്ന് ചടണം ചാട്. ഭാഗ്യം ഇല്ലെങ്കി ഇപ്പൊ ഫ്ലൈറ്റ് ക്രാഷ് ആയനെ. ഇങ്ങോട്ട് നോക്കും മേഡം, ഇതൊന്നും തീരെ ശരിയല്ല. എന്താണെങ്കിലും നമുക്കിരുന്ന് സംസാരിച്ചു തീർക്കാം. അങ്ങനെയാണോ? കണ്ടോ, കാലി കെട്ടി പുറകെ വെച്ച എന്റെ ഡീലിങ് അങ്ങനെയാടാ. എന്താടാ സൗണ്ട്? ഈ ആംഗിള് നല്ല രസമുണ്ട്. എടി മാഡം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വന്ന കള്ളന്മാരെ നമ്മൾ എന്താ ചെയ്തേ? ഒരുത്തന്റെ കാല് തല്ലിയൊടിച്ചു, ഒരുത്തന്റെ കൈ തല്ലിയൊടിച്ചു, ഒരുത്തന്റെ കണ്ണ് ചുണ്ടി. അപ്പൊ ഇവന്മാരെന്നെ എന്ത് ചെയ്യണം? ഇവന്മാരെയോ? എന്താ കിളവി അങ്ങനെ നോക്കുന്നേ? ഒരു കണ്ണ് പോയാൽ രണ്ടാമത്തെ ഉണ്ടാവും, ഒരു കാല് പോയാലും രണ്ടാമത്തെ ഉണ്ടാവും. പക്ഷേ ഇത് മുത്തശ്ശി, എന്താടാ? മുത്തശ്ശി, ഇതാ നിങ്ങളുടെ വാള. ഇത് വാങ്ങി എന്നെ വെറുതെ വിട്ടേക്ക് മുത്തശ്ശി. പ്ലീസ്, ഞാൻ തൊഴുത് ചോദിക്കാം, വരട്ടെ. എടാ ബാലരാജേ, വെറുതെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാന്ന്? ചെയ്യാ പറ. എന്ത് ചെയ്യൂടാ? പറയണോ? അമ്മേ, ആ ബാലരാജ് ഇല്ലേ, PK എന്ന് പറഞ്ഞ ഒരുത്തനെ വിളിച്ചോണ്ട് വന്ന് നമ്മുടെ ആൾക്കാർക്കൊക്കെ മദ്യം നൽകി വോട്ടിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നാട്ടുകാര് മണ്ടന്മാരൊന്നുമല്ല. തല കുത്തി നിന്നാലും അവൻ ജയിക്കാൻ പോകുന്നില്ല ദാസേട്ട. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്തെടുക്കുക? നിന്നെ അന്വേഷിച്ച് ഞാൻ നാട് മൊത്തം കറങ്ങുക. നമ്മുടെ സമയം തീരെ ശരിയല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നീ ആരുടെ പ്രേമത്തിനാ എതിരെ നിന്നേന്നറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കാര്യം കട്ടപ്പോകയാ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? നീ എന്ത് ചെയ്തെന്ന് ആലോചിക്കുമ്പോ അവിടെ അമ്മ ഒന്നും പറയാണ്ട് വോട്ട് വാങ്ങിക്കും. ഇവിടുത്തെ ജനങ്ങളാണെങ്കിൽ കണ്ണു അടച്ച അമ്മയ്ക്കാണ് വോട്ട് ചെയ്യുക. പ്രണയം മനോഹരമായ ഒന്നാണ് ബാലരാജ്. അത് അത്ര പെട്ടെന്ന് തോൽക്കില്ല. തോൽക്കാൻ 1000 കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ജയിക്കാൻ ഒരു കാരണമെങ്കിലും കിട്ടാതിരിക്കില്ല. നീ ജയിക്കുന്ന വിശ്വാസം എനിക്കുണ്ട് ബാലരാജ്. അമ്മേ. ആ പറയേ. എടാ പറയാൻ. ഒന്നുമില്ലമ്മേ. ബാലരാജേ, എന്റെ മോനൊരു വിഷമുണ്ടെങ്കി അതെന്താ അമ്മയ്ക്ക് മനസ്സിലാവില്ലേ?
നിനക്കും ചെലവൊക്കെ ഉണ്ടാവില്ലേ? ഇതാ വെച്ചോ. എടുത്തോടാ, എടുത്തോ. അല്ല, ഇത്രയും പണം എവിടുന്നാ? നമ്മുടെ നിലം വിറ്റു. എന്ന് നിലം വിറ്റുന്നു? മഹാലക്ഷ്മി ഇല്ലാതെ നിനക്ക് ജീവിക്കാനാവൂ?